അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു സാദാ ഇലക്കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അയില കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കണേ. അപ്പോൾ പാൽ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സാക്കി. പിന്നെ നമ്മൾ കുടപ്പുളിയാണ് ഉപയോഗിക്കണേ. അപ്പോൾ കുടപ്പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് കറി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. മുളകൊത്തൊക്കെ മാറി. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റും കൂടും, നല്ലൊരു മണവും ഉണ്ടാവും കറിക്ക്. അതിന് ശേഷം നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേക്കൊന്നുമല്ല, കറി ഉള്ളി താളിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇതാ ഉള്ളി ചീനച്ചട്ടിയിൽ താളിച്ച് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു. അപ്പോൾ ഒരു ചെറിയ ഇലക്കറി നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു.